നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് DS ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അതൊരു സിമെട്രിക് കീ അൽഗോരിതമാണ്. സിമെട്രിക് കീ അൽഗോരിതം മീൻസ് നമ്മൾ സെയിം കീ തന്നെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് സിമെട്രിക് കീ അൽഗോരിതം എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RSA അൽഗോരിതം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സിമെട്രിക് കീ അൽഗോരിതം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞു ക്രിപ്റ്റോഗ്രഫിയിൽ വരുന്ന 2 ടേംസാണ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ മീൻസ് നമ്മൾ നമ്മുടെ തന്ന ഡാറ്റേനെ വേറൊരു ഫോമാറ്റിലേക്ക്, അതായത് ആർക്കും കിട്ടിയാൽ റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡീക്രിപ്ഷൻ മീൻസ് അതായത് നമ്മൾ കൺവേർട്ട് ചെയ്ത ഡാറ്റ ഉണ്ടാവുമല്ലോ, അതായത് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ഉണ്ടാവും, അതിനെ തിരിച്ച് ഒറിജിനൽ മെസ്സേജിലേക്ക് മാറ്റുന്നതിനെയാണ് ഡീക്രിപ്ഷൻ എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടിയിട്ട് സെയിം കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും, സിമെട്രിക് കീ അൽഗോരിതം എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റേനെ ഒരു മെത്തേഡ്, അതായത് ഒരു ഡാറ്റേനെ ഒരു ഫോമിൽ നിന്ന് അത് റീഡബിൾ അല്ലാത്ത വേറൊരു ഫോമിലേക്ക് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കീ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. അത് എന്താ കീ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇവിടെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് കീ, ക്രിപ്റ്റോ സിസ്റ്റം പറയുമ്പോൾ RSAയിൽ കീ എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ കേസിലാണെങ്കിൽ സിമെട്രിക് കീയിലാണെങ്കിൽ നമ്മൾ ഒരു കീ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റേനെ ഒരു റീഡബിൾ അല്ലാത്ത ഫോമിലേക്ക്, അതായത് വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫോമിലേക്ക് മാറ്റുന്നത്. ഇനി ഇപ്പോൾ സപ്പോസ് സെൻഡർ ഡാറ്റേനെ ഒരു കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്തു. അത് റിസീവറിലെത്തുമ്പോഴെന്ത് ചെയ്യണം, റിസീവർ തിരിച്ച് ആ ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റേനെ തിരിച്ച് മെസ്സേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡീക്രിപ്ഷനും എന്ത് വേണം, ഒരു കീ വേണം. അപ്പം എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും, സിമെട്രിക് കീ അൽഗോരിതം എന്ന് പറയും. അപ്പോൾ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് കീ അൽഗോരിതമാണ്. അതായത് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിൽ DS എന്ന് ഷോർട്ട് ഫോം പറയും. അതിൽ നമ്മൾ 64 ബിറ്റ് ബ്ലോക്കായിട്ടാണ് ഡാറ്റ എടുക്കുന്നത്. അതായത് നമ്മുടെ ഡാറ്റേനെ, ടോട്ടൽ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്ത് 64 ബിറ്റുള്ള ഓരോ ബ്ലോക്സ് ആക്കിയിട്ട് മാറ്റും. ഇവിടെ കാണിച്ചിട്ടുണ്ട് 64 ബിറ്റ് ഉള്ള ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റും. അതായത് വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ അതിനെ പീസാക്കി മാറ്റി 54 ബിറ്റുള്ള ഒരു പീസായിട്ട് എടുക്കും. പിന്നെ അതേപോലെ തന്നെ അതിൽ കീ യൂസ് ചെയ്യുന്നത് ഒരു 56 ബിറ്റ് കീ ആണ്. അതായത് 56 ബിറ്റ് ഒരുമിച്ച് വെച്ചൊരു കീ. അതെങ്ങനെയും കീ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതായത് സെൻഡറിന് ഇഷ്ടമുള്ള കീ ജനറേറ്റ് ചെയ്യാം. ബട്ട് ആ കീ തന്നെ എന്ത് വേണം, റിസീവറിൻ്റെ കയ്യിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അൽഗോരിതം 64 ബിറ്റ് ഇൻപുട്ടായിട്ട് എടുക്കും. അതായത് നമ്മുടെ ടോട്ടൽ ഡാറ്റേനെ, ഒരു വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ അത് 64 ബിറ്റുള്ള പല ബ്ലോക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ 64 ബിറ്റ് ഇൻപുട്ട് എടുക്കും ഒരു സീരീസ് ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇൻപുട്ട് 64 ബിറ്റ് ഇൻപുട്ടിനെ 64 ബിറ്റ് ഔട്ട്പുട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കീ അപ്ലൈ ചെയ്തിട്ട് ആ 64 ബിറ്റ് ഇൻപുട്ടിനെ 64 ബിറ്റ് ഔട്ട്പുട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിൽ ചെയ്യുന്നത്. ഇനി DS എൻക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ 2 ഇൻപുട്ട് എൻക്രിപ്ഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ദ പ്ലെയിൻ ടെക്സ്റ്റ് ടു ബി എൻക്രിപ്റ്റഡ് ആൻഡ് ദ കീ. അതായത് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാനുള്ള പ്ലെയിൻ ടെക്സ്റ്റും അതേപോലെ തന്നെ ഒരു കീ ഉണ്ടാവുമല്ലോ, ആ കീയുമാണ് കൊടുക്കുന്നത്. അത് കീ സെൻഡർ ജനറേറ്റ് ചെയ്യും, സെൻഡറിന് ഇഷ്ടമുള്ളൊരു കീ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അത് റിസീവറിൻ്റെ കയ്യിലും റിസീവറിനും അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കും, അതായത് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ട ഒരു മെസ്സേജ്.
തന്നെയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു കീ ഉണ്ടാവും, കീ എടുക്കും. അപ്പോൾ ഇതിൽ എന്താ പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റാണ്, അതേപോലെ തന്നെ കീ എന്താണ് 56 ബിറ്റാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു 3 ഫേസാണ് ആ പ്രോസസ്സിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തിട്ട് അതെന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യും. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ IP. അതായത് ആ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇൻപുട്ട് ബിറ്റ് ഉണ്ടാവുമല്ലോ, ആ 64 ബിറ്റ് ഉണ്ടാവുമല്ലോ, ആ ബിറ്റിലെ എല്ലാ ബിറ്റ്സും ഒന്ന് റീഅറേഞ്ച് ചെയ്യും. അതായത് ആദ്യം ഉണ്ടായ ഓർഡറിലൊന്നും അല്ലാതെ വേറൊരു ഓർഡറിലേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പെർമ്യൂട്ടഡ് ഇൻപുട്ട് കിട്ടും. അതാണ് ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 16 കൗണ്ട്സാണ് ചെയ്യുന്നത്. അതായത് 16 റൗണ്ട്. 16 റൗണ്ട് എന്ന് വെച്ചാൽ ഓരോ റൗണ്ടും സെയിം തന്നെയാണ്. അതായത് സെയിം റൗണ്ട് തന്നെ 16 ടൈം റിപ്പീറ്റ് ചെയ്യുന്നു. അതിൽ ഓരോ റൗണ്ടിലും പെർമ്യൂട്ടേഷനും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷനും ഉണ്ട്. പെർമ്യൂട്ടേഷൻ മീൻസ് നമ്മൾ ബിറ്റിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ബിറ്റിന് പകരം വേറൊന്ന് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫേസസ് ആണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യും, പിന്നെ 16 റൗണ്ട്സ്, അതായത് ഒരേപോലെയുള്ള റൗണ്ട്സാണ് 16 ചെയ്യുന്നത്. അത് ഓരോ റൗണ്ടും എന്താണെന്നുള്ളത് നെക്സ്റ്റ് സെക്ഷനിൽ പറയും. ഇനി ഈ 16 റൗണ്ട്സും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഔട്ട്പുട്ട് ലാസ്റ്റ് കിട്ടുന്ന ഇതുണ്ടാവും. ലാസ്റ്റ് കിട്ടുന്ന ഒരു 64 ബിറ്റ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെയും കീൻ്റെയും ഒരുമിച്ചുള്ള കീ അപ്ലൈ ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റിൽ കീ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് ഫൈനലി കിട്ടുക. അതായത് നമ്മൾ ഈ 16 റൗണ്ടും അപ്ലൈ ചെയ്ത് 64 ബിറ്റ് ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൽ കീ പല തവണ 16 ടൈംസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു 64 ബിറ്റാണ് ഫൈനലി കിട്ടുക ഈ 16 റൗണ്ട്സ് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യും, ആ 64 ബിറ്റിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ട്, സ്വാപ്പ് ചെയ്യുക മീൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്രീ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രീ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും ഫൈനലായിട്ട് ആ പ്രീ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, വേറൊരു പെർമ്യൂട്ടേഷനിലൂടെ, അതായത് IP ഇൻവേഴ്സ് എന്ന് പറയും, മാറ്റും, കടത്തിവിടും. അപ്പോൾ അത് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നമ്മൾ IP ചെയ്തു, IPൻ്റെ നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു പെർമ്യൂട്ടേഷനാണ് ഫൈനൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഫൈനൽ പെർമ്യൂട്ടേഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 64 ബിറ്റ് സിഫർ ടെക്സ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ DS-ൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിലൂടെ കടത്തിവിട്ടു. അതായത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ ആ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ബിറ്റ്സ് തമ്മിൽ പരസ്പരം റീഅറേഞ്ച് ചെയ്ത് വേറൊരു പാറ്റേണിലേക്ക് അതിനെ മാറ്റും. അതായത് സെയിം ബിറ്റ് തന്നെയായിരിക്കും, അതിനുള്ളിലെ ബിറ്റുകളൊന്നും മാറില്ല, പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നടത്തിയ നമ്മളെ ബിറ്റ്, ആ 64 ബിറ്റ് റൗണ്ടിലൂടെ, റൗണ്ട് 1 റൗണ്ട് 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ 16 റൗണ്ട്സിലൂടെ കടത്തിവിടും. അപ്പോൾ കടത്തിവിടും. അപ്പോൾ ഈ സൈഡ് തന്നെ എന്നിട്ട് ആ 16 റൗണ്ട്സിലൂടെ കടത്തിവിട്ട്, ഇതിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 16 റൗണ്ട്സിലൂടെ കടത്തിവിടും. അപ്പോൾ ഓരോ റൗണ്ടിലും സെയിം ഫങ്ഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കീ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 64 ബിറ്റ് കീയാണ് ഇനീഷ്യലി എടുക്കുന്നത്. അതെന്ത് ചെയ്യും, ഒരു പെർമ്യൂട്ടഡ് ചോയ്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ അപ്ലൈ ചെയ്തിട്ട്, അതായത് അതൊന്നും നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട, കാരണം അതൊക്കെ വലിയൊരു ബോക്സൊക്കെ വെച്ചിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ 64 ബിറ്റ് കീന പെർമ്യൂട്ടഡ് ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ അപ്ലൈ ചെയ്യും.
അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ 64 ബിറ്റ് കീനെ 56 ബിറ്റ് കീ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. 56 ബിറ്റ് കീ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ 56 ബിറ്റ് കീനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ്, അതായത് ലെഫ്റ്റ് സൈഡേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ബിറ്റാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇപ്പം ഈ 1 കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് മീൻസ് നമ്മൾ ഈ 1 എന്ത് ചെയ്യുക, തിരിച്ച് ഇവിടെ കൊണ്ടിടുക. അപ്പോൾ നമ്മുടെ ഡാറ്റ എങ്ങനെ വരും, 0 1 1. ഇതിനെയാണ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 56 ബിറ്റിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് ആ 56 ബിറ്റിനെ ഒരു പെർമ്യൂട്ടഡ് ചോയ്സ് 2 എന്ന് പറയുന്ന ഒരു ചോയ്സിലേക്ക് കടത്തിവിടും. അപ്പോൾ ആ പെർമ്യൂട്ടഡ് ചോയ്സ് 1 കടത്തി വിട്ടപ്പോൾ എന്താ, 64 ബിറ്റ് 56 ബിറ്റായിട്ട് കൺവേർട്ടായി. ഇനി പെർമ്യൂട്ടഡ് ചോയ്സ് 2ലേക്ക് കടത്തി വിടുമ്പം ആ 56 ബിറ്റ് എന്താവും, 48 ബിറ്റ് കീ ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ ആ 48 ബിറ്റാണ് ഇവിടെ റൗണ്ട് 1ലേക്ക് കൊടുക്കുന്നത്. അതായത് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റും ഇവിടെ 48 ബിറ്റ് കീയും വന്നു. അപ്പോൾ റൗണ്ട് 1ലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് 1 ഇനി ഓരോ റൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണെന്നുള്ളത് നോക്കും, അതപ്പോൾ പറയാം. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് കൊടുക്കുന്ന കീ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഈ സെയിം സംഭവം തന്നെ ഇവിടെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തി 56നെ ഇവിടെ കൊടുത്തു. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തിയിട്ടൊരു ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും, അത് 56 ബിറ്റ് ആയിരിക്കും. അപ്പോൾ 56 ബിറ്റിനെ ഒന്നും കൂടി ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തും. അപ്പോൾ നമുക്ക് വേറൊരു കീ ആണ് കിട്ടുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടി 0 1, അതായത് 101നെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തിയപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, 110, അതായത് ഈ 0 എന്ന് പറയുന്ന സംഭവം ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതേപോലെ തന്നെ ഈ കീയും മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, 48 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പെർമ്യൂട്ടഡ് ചോയ്സ് 2ലേക്ക് കടത്തിവിടും. എന്നിട്ട് എന്ത് ചെയ്യും, റൗണ്ട് 2ൽ സപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DS ചെയ്യുന്നത്. അങ്ങനെ ഈ 16 റൗണ്ട്സും ചെയ്യും. ഇവിടെ 16 റൗണ്ട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 16 റൗണ്ട്സും ചെയ്യും. ഇവിടെ റൗണ്ട് 16 വരെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു 16 റൗണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ടിനെ 2 റൈറ്റും ലെഫ്റ്റും ഹാഫാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 പീസാക്കിയിട്ട് 32 ബിറ്റിൻ്റെ പീസാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, പരസ്പരം സ്വാപ്പ് ചെയ്യും. അതായത് ഇപ്പം 32 ബിറ്റ് ഒരു സൈഡ് ഉണ്ടാവും, 32 ബിറ്റ് റൈറ്റ് സൈഡ് ഉണ്ടാവും. ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇതിൽ ബിറ്റുകൾ തമ്മിൽ പരസ്പരം സ്വാപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 64 ബിറ്റ് പിന്നെയും കിട്ടും. അതിനെല്ലാം എന്ത് ചെയ്യും, ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, അതായത് നമ്മൾ ആദ്യം ചെയ്ത റീഅറേഞ്ച്മെൻറ്റിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്നതായിരിക്കും നമ്മുടെ സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എൻക്രിപ്റ്റഡ് ഡാറ്റ. അപ്പോൾ DS-ൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓരോ ഫേസും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാം. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ മീൻസ്, അതായത് ഇനീഷ്യലി നമ്മൾ നടത്തുന്ന പെർമ്യൂട്ടേഷൻ, റീഅറേഞ്ച്മെൻറ്റിനെയാണ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് കുറേ ബോക്സസ് ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഓരോ റൗണ്ടിൻ്റെ ഡീറ്റെയിൽസുമാണ് നോക്കേണ്ടത്. അതായത് ഞാൻ 16 റൗണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ റൗണ്ടിലും എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ റൗണ്ടിലും എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.